കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ 2024 കേരള PSC നടത്തിയിരിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായിട്ട് നടത്തിയിരിക്കുന്ന വിവിധ ജില്ലകളിലേക്ക് നടത്തിയിരിക്കുന്ന LDC പരീക്ഷയിലെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷകളിലൊക്കെ നിത്യേന ചോദിക്കുന്ന കുറെ ടോപ്പിക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്തരത്തിൽ PSC പരീക്ഷയിൽ ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുവായ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ 4 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷനിലേക്കും ഇതിന്റെ ഉത്തരത്തിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും ക്ഷേത്രപ്രവേശന വിളംബരങ്ങളെ കുറിച്ചും എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മൾ പഠിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യത്തിൽ നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യത്തിൽ നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഏത് സംഘടനയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് KPCC ആണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രം ആ ഒരു സമയത്ത് സ്ഥിതി ചെയ്തിരുന്നത് ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ പൊന്നാനി താലൂക്കിലാണ്. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൊന്നാനി താലൂക്കിലാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന ആ ഒരു കാലയളവ് എന്ന് പറയുന്നത് 1931-32 കാലഘട്ടമാണ്. കൃത്യമായി പറഞ്ഞാൽ 1931 നവംബർ മാസം 1-ാം തീയതി, അതേപോലെ തന്നെ 1932 ഒക്ടോബർ 2-ാം തീയതി. ഇത്രയും കാലഘട്ടത്തിലായിട്ടാണ് എന്ത് നടക്കുന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിരിക്കുന്നത്. അതായത് 1931 നവംബർ 1-ന് ആരംഭിച്ചു, 1932 ഒക്ടോബർ 2-ന് അവസാനിച്ചു. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം കൃത്യമായിട്ട് PSC ചോദിക്കും. 1931 നവംബർ 1-ാം തീയതിയാണ്. അത് അവസാനിച്ചു എന്നാന്ന് വെച്ചാൽ 1932 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിന്റെ അന്നാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് ആരംഭിച്ചതെന്ന് വെച്ചാൽ 1931 നവംബർ 1-ാം തീയതി. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചു എന്നാന്ന് വെച്ചാൽ 1932 ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇനി സമരത്തിന്റെ ആരംഭത്തിലേക്ക് വരാം. 1931 വടകരയിൽ വെച്ചിട്ട് ഒരു KPCC സമ്മേളനം നടക്കുകയാണ്. ഈ KPCC സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ എവിടെ വെച്ച് നടന്ന KPCC സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വടകര KPCC സമ്മേളനമാണ്. വർഷം ഏതാണ്? 1931. 1931 വടകര KPCC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് JM സെൻഗുപ്തയാണ്. JM സെൻഗുപ്തയാണ് 1931 വടകര KPCC സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയവരാരെല്ലാം വന്നു ചോദിച്ചാൽ K കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, AK ഗോപാലൻ. അപ്പൊ ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം അതിനു വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? K കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, AK ഗോപാലൻ. അതായത് ഇവിടെ ഈ ഒരു സമ്മേളനത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുശേഷം പൊതുജനാഭിപ്രായം തേടുന്നു. അതിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളാണ് K കേളപ്പൻ, മുയ്യാരത്ത് ശങ്കരൻ, AK ഗോപാലൻ എന്നിവർ. ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിച്ചത് 1931 സെപ്റ്റംബർ 25-നാണ്. അപ്പോൾ വടകര സമ്മേളനത്തെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്നത് K കേളപ്പനും മുയ്യാരത്ത് ശങ്കരനും AK ഗോപാലനുമായി ചേർന്നിട്ടാണ്. അതിനുശേഷം ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു 1931 സെപ്റ്റംബർ 25-ാം തീയതി. 1931 നവംബർ 1-ന് സത്യാഗ്രഹം ആരംഭിക്കുന്നു. 1931 നവംബർ 1-ാം തീയതി എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഈ അങ്ങോട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. K കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. 1931 വടകരയിൽ വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സംഘടന എന്ന് വെച്ചാൽ നമ്മൾ KPCC എന്ന് പറയും. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് K കേളപ്പനാണ്. അപ്പോൾ K കേളപ്പനാണ് 1931 വടകരയിൽ വെച്ച് നടന്ന KPCC സമ്മേളനം. ആ സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു സമ്മേളനത്തിൽ
അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. കെ കേളപ്പനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഇനി നമ്മൾ പരിചയപ്പെടും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ മന്നത്ത് പത്മനാഭനിലെ അതെന്താണ്? പ്രസിഡന്റിന്റെ പായുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ നേരെ തിരിച്ചവിടെ പഠിക്കും. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്, NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്. അപ്പൊ അവിടെ നേരെ തിരിച്ചാണ് വരിക. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മന്നത്ത് പത്മനാഭൻ NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ്. അതേ സമയത്ത് കെ കേളപ്പനോ NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിട്ട് നേരെ തിരിച്ചു പഠിച്ചാൽ മതി. അപ്പൊ നമ്മളുടെ ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പഠിക്കുക. അപ്പൊ മന്നത്ത് പത്മനാഭൻ എടുത്തിട്ട് എന്തായിട്ട് വെക്കുക? പ്രസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ്, സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മന്നത്ത് പത്മനാഭനാണ്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി, സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1932 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നിരാഹാരം അനുഷ്ഠിച്ചു. 1932 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. തുടർന്ന് 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് നിരാഹാരം അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു ദിവസം തന്നെയാണ് എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹവും അവസാനിക്കുന്നത്. അപ്പൊ 1932 സെപ്റ്റംബർ 21 മുതൽ 1932 ഒക്ടോബർ 2 വരെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നാണ് 1932 ഒക്ടോബർ 2. ഇത്തരം കാര്യങ്ങളാണ് കെ കേളപ്പനുമായി ബന്ധപ്പെട്ട് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, തന്നിരിക്കുന്ന ഓപ്ഷൻ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ രണ്ട് പേരുകൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തി. ഒന്ന് കെ കേളപ്പൻ, മറ്റൊന്ന് മന്നത്ത് പത്മനാഭൻ. മറ്റൊരു വ്യക്തിത്വമാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ്. ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് EMS വിശേഷിപ്പിച്ച വ്യക്തിയാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ സംഘടിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. 1931 ഒക്ടോബർ 21 മുതൽ 1931 ഒക്ടോബർ 31 വരെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂർ വരെ നടത്തിയ സത്യാഗ്രഹ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? നമ്മളോട് പരിചയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 1931 ഒക്ടോബർ 21 മുതൽ 1931 ഒക്ടോബർ 31 വരെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂർ വരെ നടന്ന സത്യാഗ്രഹ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. ഈ ജാഥയിലെ മുൻനിരയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കെ കേളപ്പൻ ഉണ്ടായിരുന്നു, AK ഗോപാലൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്താണ് ഈ ഒരു ജാഥയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചില വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തല നരയ്ക്കുവതല്ലെന്റെ വൃത്തത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വരികളാണ്. ഇത് പിന്നീട് നമ്മുടെ VS അച്യുതാനന്ദൻ സാറ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്നു. അതിലൂടെ ഇത് വീണ്ടും ജനശ്രദ്ധ നേടിയ വരികളാണ്. അപ്പോൾ ഇവിടെ ഈ വരികൾ ആരുടെയാണെന്നൊക്കെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അടുത്തത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണെന്ന് എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് AK ഗോപാലൻ. അപ്പൊ നമ്മുടെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജാഥയുമായി ബന്ധപ്പെട്ടിട്ട് അതിന് നേതൃത്വം കൊടുത്ത ആരാണെന്ന് ചോദിക്കും. ഗുരുവായൂർ സത്യാഗ്രഹ ജാഥയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട ആരാണ്? ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. സത്യാഗ്രഹ ജാഥ എന്നവിടെ എടുത്തു പറയുന്നു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് AK ഗോപാലനാണ്. ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സത്യാഗ്രഹ ജാഥയിൽ ആര് പങ്കെടുത്തിട്ടുണ്ട്? AK ഗോപാലൻ പങ്കെടുത്തിട്ടുണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞത്. കെ കേളപ്പൻ, AK ഗോപാലൻ എന്നിവരെല്ലാം എന്താണ് ആ സത്യാഗ്രഹ ജാഥയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് P കൃഷ്ണപിള്ളിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ അബ്രാഹ്മണൻ ആരെന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ളിയാണ്.
ഉഷിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ആരുടെയാന്ന് ചോദിച്ചാൽ പി കൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്. ഉഷിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചിൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന് പറഞ്ഞത് പി കൃഷ്ണപിള്ളയാണ്. ഇനി വി ടി ഭട്ടതിരിപ്പാടാണ്. വി ടി ഭട്ടതിരിപ്പാട് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് വി ടി ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയാരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട വി ടി ഭട്ടതിരിപ്പാട്, പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ, അതുപോലെ തന്നെ സി ടി സുബ്രഹ്മണ്യ തിരുമുമ്പ്, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ എല്ലാം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇനി വാഗ്ബടാനന്ദൻ ഗുരുവായൂർ സത്യാഗ്രഹ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായ നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ നമ്മുടെ വാഗ്ബടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായിട്ടുള്ള നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ വാഗ്ബടാനന്ദനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വനിതാ നേതാക്കളാണ്. ഒന്ന് ആര്യാപ്പള്ളം. ആര്യാപ്പള്ളം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വനിതാ നേതാവാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10-ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായിക ആര്യാപ്പള്ളം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10-ാം ദിവസം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10-ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം. മറ്റൊരു വ്യക്തിത്വമാണ് പി എം കമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 വനിതാ നേതാക്കളെയാണ് പരിചയപ്പെടുക. ഒന്ന് ആര്യാപ്പള്ളം, മറ്റൊന്ന് പി എം കമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന എ കെ ഗോപാലൻ അറസ്റ്റ് വരിച്ചപ്പോൾ പകരം വോളണ്ടിയർ ക്യാപ്റ്റൻ പദവിയിലെത്തിയ വ്യക്തിയാണ് ആര്? പി എം കമലാവതി. ഇപ്പോൾ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, അദ്ദേഹം അറസ്റ്റ് വരിച്ച ശേഷം വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് മാറുന്ന ആരാണ്? പി എം കമലാവതിയാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടക്കുന്നുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടന്നു. അപ്പൊ എവിടെയാണ് ഗുരുവായൂർ ക്ഷേത്രം വന്ന് സ്ഥിതി ചെയ്യുന്നത്? പൊന്നാനി താലൂക്കിലാണ്. അവിടെയാണ് എന്ത് ജനഹിത പരിശോധന നടക്കുന്നത്. ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതാരാ? സി രാജഗോപാലാചാരിയാണ്. ജനഹിത പരിശോധന പ്രകാരം 77% സവർണർ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചെങ്കിലും ക്ഷേത്രപ്രവേശനം നൽകാൻ ഭരണകൂടം അനുമതി നൽകിയില്ല. അപ്പൊ സവർണർ എന്താണ്? ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിക്കുകയാണ് ചെയ്തത്. എത്ര ശതമാനം? 77%. ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത് 1932 ഒക്ടോബർ 2-ാം തീയതിയാണ്. 1947 ജൂൺ 2-ന് മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിനു ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞ ശേഷം ക്ഷേത്രപ്രവേശനമൊന്നും സംഭവിച്ചിട്ടില്ല. ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1947 ജൂൺ 2-ാം തീയതി മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഈ പറയുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ പ്രവേശനം അനുവദിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പക്ഷെ ഇതിനെല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹവും അതിനെ തുടർന്ന് വന്ന ഈ പറയുന്ന സവർണ വിഭാഗങ്ങളൊക്കെ ഇതിനെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? പിൽക്കാലത്ത് ക്ഷേത്രപ്രവേശനത്തിലേക്ക് നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ച വർഷം ചോദിച്ചാൽ ഏതാണ്? 1947 കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് കൃത്യമായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് ഈ പറയുന്ന പോയിന്റുകൾ. ഇനി ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രപ്രവേശന വിളംബരങ്ങളും ഇതിനോടൊപ്പം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ശ്രീ ചിത്രനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെന്ന് നമുക്കറിയാം. എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1936 നവംബർ മാസം 12-ാം തീയതിയാണ്. അല്ലെങ്കിൽ മലയാള മാസത്തിൽ പറഞ്ഞാൽ 1112 തുലാം 27-ാം തീയതിയാണ്. ഇവിടെ ഇംഗ്ലീഷ് മാസമാണ് പൊതുവെ ചോദിക്കാറുള്ളത്, എങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1936 നവംബർ 12-ആണ് മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്നത്. അപ്പോൾ വിളംബരം പുറപ്പെടുവിച്ചാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്നാണ് പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-ന്. തിരുവിതാംകൂറിൽ ഈ സമയത്ത് ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യരാണ്. ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യരാണ് എഴുതി തയ്യാറാക്കിയത്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. എന്നാൽ തിരുവിതാംകൂർ പ്രദേശത്തെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്തിനാണ്? പണ്ടാരപ്പാട്ട വിളംബരത്തെയാണ്. പണ്ടാരപ്പാട്ട വിളംബരത്തെയാണ്. അപ്പോൾ തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്തിനാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. 1936 നവംബർ 12-ാം തീയതി. അതേ സമയത്ത് കർഷകരുടെ മാഗ്ന കാർട്ട, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. ആയില്യം തിരുനാളിന്റെ കാലത്ത് പുറപ്പെടുവിച്ച പണ്ടാരപ്പാട്ട വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ഗാന്ധിജിയാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. ഇതേ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി പിന്നെ വിശേഷിപ്പിക്കുന്നത് ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന്
ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു ആര് തന്നെയാണ്? മഹാത്മാഗാന്ധി തന്നെയാണ്. അപ്പൊ മഹാത്മാഗാന്ധി രണ്ട് രീതി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം, രണ്ട് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? മഹാത്മാഗാന്ധിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ രാജഗോപാലാചാരിയാണ്. ആരാണ്? രാജഗോപാലാചാരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി.കെ. വേലുപ്പിള്ളയാണ്. ടി.കെ. വേലുപ്പിള്ളയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ ചില വിശേഷണങ്ങളാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പരിചയപ്പെട്ടത്. ഇനി മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1938 ഡിസംബറിൽ മദ്രാസ് നിയമസഭയിൽ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്നു സി രാജഗോപാലാചാരി. 1939 ജനുവരിയിൽ ഇതിന് എന്താണ് ഗവർണർ അംഗീകാരം നൽകി. എന്നാൽ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എപ്പോഴാണെന്ന് വെച്ചാൽ 1947 ജൂൺ 2-നാണ്. അപ്പൊ ഈ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന ശേഷമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ അവർണർക്ക് പ്രവേശനം സാധ്യമാകുന്നത്. ഇനി ചില ചരിത്ര പുസ്തകങ്ങളിൽ ഈ 1947 എന്ന് പറയുന്നത് 1947 ജൂൺ 12 എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ആയതിനാൽ 1947 ജൂൺ 2 ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ 1947 ജൂൺ 12 നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി അടുത്തത് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1940 ഡിസംബർ 20-നാണ്. അപ്പൊ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ്? 1947 ഡിസംബർ 20-ാണ്. ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിൽ നടത്തിയത് ആരെന്ന് വെച്ചാൽ രാമവർമ്മ പരിഷത്ത് തമ്പുരാനാണ്. രാമവർമ്മ പരിഷത്ത് തമ്പുരാൻ. അപ്പൊ എപ്പോഴാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വെച്ചാൽ 1947 ജൂൺ മാസം 2-ാം തീയതി. കൊച്ചിയിൽ എപ്പോഴാന്ന് വെച്ചാൽ 1947 ഡിസംബർ മാസം 20-ാം തീയതി. ഇനി തിരുവിതാംകൂറിൽ എപ്പോഴാന്ന് വെച്ചാൽ 1936 നവംബർ മാസം 12-ാം തീയതി. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ, 1947 വരുമ്പോൾ കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിലും. കൊച്ചിയിലേക്ക് വരുമ്പോൾ 1947 ഡിസംബർ 20-ാം തീയതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ മലബാറിലേക്ക് വരുമ്പോൾ ജൂൺ മാസം 2-ാം തീയതിയാണ്. 1947 ജൂൺ മാസം 2-ാം തീയതിയാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഇതിനോടൊപ്പം പഠിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന കേരള PSC പരീക്ഷയിൽ ചോദിച്ച ടോപ്പിക്ക് നമ്മളിവിടെ പഠിച്ചു. ഇനി നമ്മൾ പരിചയപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. അധ്യക്ഷൻ എന്ന് പറഞ്ഞ ആരാണ്? പ്രസിഡന്റ്. പത്മനാഭന്റെ പായും പ്രസിഡന്റിന്റെ പായും കൂടി ചേരുമ്പോൾ ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. അതും ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? സെപ്റ്റംബർ 22 എന്നാണ് നമ്മുടെ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ പരിചയപ്പെട്ടത് സെപ്റ്റംബർ 21 എന്നാണ്. പക്ഷെ PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ എന്താണ്? സെപ്റ്റംബർ 22 എന്നത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 22 എന്നത് ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പരിഗണിക്കാം. പക്ഷെ നമ്മൾ ബുക്കുകളിലൊക്കെ നോക്കുമ്പോൾ സെപ്റ്റംബർ 21 കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്, സെപ്റ്റംബർ 21 എന്ന് പറഞ്ഞു പോയത്. എന്നാൽ സെപ്റ്റംബർ 22 PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം എന്താണ്? സെപ്റ്റംബർ 22 PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഉത്തരമായിട്ട് കൊടുത്തത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് PSC നൽകിയിരിക്കുന്നത്. അപ്പോൾ 1932 സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 21 എന്നാണ് അവസാനിക്കുന്നത്? 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. ഇനി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു എന്ന് പറയുന്നു. അത് തെറ്റല്ലേ? ആരുടെ നേതൃത്വത്തിലാണ്? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ നേതൃത്വത്തിലാണ്. നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1931 ഒക്ടോബർ 21 മുതൽ 1931 ഒക്ടോബർ 31 വരെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂർ വരെ നടത്തിയ സത്യാഗ്രഹ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 4 നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. A ഡിലീറ്റ് ആക്കാം, C ഡിലീറ്റ് ആക്കാം, D ഡിലീറ്റ് ആക്കാം. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വന്ന ഓപ്ഷൻ എന്താണ്? നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അതായത് നമുക്കിവിടെ 4 എന്ന് പറയുന്നത് തെറ്റാണെന്ന് 100% നമുക്കറിയാം. അപ്പൊ പിന്നെ നമ്മൾ ആ കൺഫ്യൂഷൻ വന്ന ഓപ്ഷൻ കൊണ്ട് നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഒറ്റയടിക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1, 2, 3 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ
പരിചയപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഈ ഒരു ഡേറ്റ് PSC നൽകിയിരിക്കുന്ന ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക. 1932 സെപ്റ്റംബർ 22. 1932 സെപ്റ്റംബർ 22 ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്, ഉപവാസം ആരംഭിക്കുന്നത് 1932 സെപ്റ്റംബർ 22 നമ്മളെ PSCയുടെ കീയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയെന്നാണ് നമ്മുടെ PSC കീയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ നാലാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമെങ്കിൽ, അവിടെ ഈ പറയുന്ന ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ, ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒന്നും അറിയില്ലെങ്കിൽ പോലും ഡിലീഷൻ മെത്തേഡിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അതുമായി ബന്ധപ്പെട്ട നമ്മുടെ 10th ലെവൽ, അതായത് 2024 നടത്തിയ LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസാംശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.